തുഞ്ചൻ പറമ്പിലേക്ക് ഒരിക്കൽ കൂടി പോയി നോക്കാം. അവിടെ ജംഷീർ കൊടിഞ്ഞിയുണ്ട്. ജംഷീർ, തുഞ്ചൻ പറമ്പിലെ നേരത്തെ ഒരുപാട് വിശേഷങ്ങൾ ജംഷീർ പങ്കുവച്ചു. അതിനുശേഷം പുതിയ കുഞ്ഞുങ്ങളൊക്കെ വന്നു കാണും. എന്താണ് അവരുടെ മുഖങ്ങളിൽ കാണുന്ന ഭാവഭേദങ്ങൾ? ആ തിരക്കിപ്പോഴും ഒഴിഞ്ഞിട്ടില്ലേ? സൈഫു, ഒന്നുകൂടെ ആവർത്തിക്കാവോ? ചോദ്യം ആവർത്തിക്കാവോ? നേരത്തെ കുറേയധികം വിശേഷങ്ങൾ ജംഷീർ പങ്കുവച്ചിരുന്നു തുഞ്ചൻ പറമ്പിൽ നിന്ന്. ഇപ്പോഴും ആ തിരക്ക് അങ്ങനെ തന്നെ തുടരുകയാണോ? തീർച്ചയായിട്ടും സൈഫ് ആൻഡ് ജിൽസി, ആ തിരക്ക് ഇപ്പോഴും തുടരുകയാണെന്നുള്ള. നേരത്തെ നമ്മൾ കൃഷ്ണശില മണ്ഡപത്തിന്റെ അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും സരസ്വതി മണ്ഡപത്തിന്റെ അടുത്തേക്ക് തന്നെ വന്നിരിക്കുകയാണ്. ഇവിടെ സാഹിത്യകാരന്മാരുടെ നേതൃത്വത്തിലാണ് കുഞ്ഞുങ്ങൾക്ക് ആദ്യാക്ഷരം നുകർന്നു നൽകുന്നത്. ആ തിരക്ക് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. പുലർച്ചെ 5 മണിക്ക് തുടങ്ങിയതാണ്, ഇപ്പോൾ ഏതാണ്ട് 8:30 ഇപ്പോഴും സമാനമായ രീതിയിലുള്ള തിരക്ക് തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. വലിയ തരത്തിലുള്ള ഒരു തിരക്കാണ്. പലയിടങ്ങളിൽ നിന്നായി തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യാക്ഷരം നുകർന്നു നൽകാനായി അവരുടെ കുഞ്ഞുങ്ങളുമായി ഓരോ മാതാപിതാക്കളും ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് തുഞ്ചൻ പറമ്പിൽ അല്ലെങ്കിൽ ഭാഷാ പിതാവിന്റെ മണ്ണിൽ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യാക്ഷരം നുകർന്നു നൽകുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ആണ് ആളുകൾ കൂടുതലായും ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ഘട്ടം, ഒരു സന്ദർഭമാണിത്. ജീവിതത്തിൽ അറിവിന്റെ ലോകത്തേക്ക് പിച്ചുവെക്കുന്ന കുരുന്നുകൾ അവർ ഇനി നാളെയുടെ വാഗ്ദാനങ്ങളാകേണ്ടവരാണ്. വലിയ ഘട്ടങ്ങളിലേക്ക് മാറേണ്ടവരാണ്. അവരുടെ ആ അറിവിന്റെ ആ ആദ്യ ലോകത്തേക്കുള്ള ചുവടുവെപ്പ് അത് ഭാഷാപിതാവിന്റെ മണ്ണിൽ നിന്നാകണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് തുഞ്ചൻ പറമ്പിലേക്ക് ഇത്രയും വലിയ ഒരു ആളുകൾ ജനബാഹുല്യം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ സമാനമായ രീതിയിലുള്ള വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. അതുപോലെ തന്നെയാണ് ഇത്തവണയും വലിയ ഒരു തിരക്ക് നമുക്ക് ഇവിടെയും കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. പ്രധാനമായും 2 മണ്ഡപം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃഷ്ണശില മണ്ഡപത്തിലും സരസ്വതി മണ്ഡപത്തിലുമായാണ് ഇവിടെ എഴുത്തിനിരുത്ത് ചടങ്ങുകൾ നടക്കുന്നത്. ഈ കൃഷ്ണശില മണ്ഡപത്തിൽ പാരമ്പര്യ എഴുത്താശാന്മാരുടെ നേതൃത്വം, വർഷങ്ങളായി ആ എഴുത്താശാന്മാരുടെ നേതൃത്വത്തിലാണ് അവിടെ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം നുകർന്നു നൽകുന്നത്. ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സരസ്വതി മണ്ഡപത്തിൽ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സാഹിത്യകാരന്മാരുടെ നേതൃത്വത്തിലാണ് ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യാക്ഷരം നുകർന്നു നൽകുന്നത്. ആലങ്കോട് ലീലാകൃഷ്ണൻ, മണമ്പൂർ രാജൻ ബാബു ഉൾപ്പെടെയുള്ള പ്രമുഖരായ സാഹിത്യകാരന്മാർ ഇവിടെയുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഇവിടെ കുട്ടികൾക്ക് ആദ്യാക്ഷരം നുകർന്നു നൽകുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇനി കവികളുടെ വിദ്യാരംഭം കൂടി ഇവിടെ നടക്കാനുണ്ട്. അത് ഏതാണ്ട് 10 മണിയോട് കൂടി തുഞ്ചൻ സ്മാരക ട്രസ്റ്റിലായിരിക്കും കവികളുടെ വിദ്യാരംഭം ആരംഭിക്കുക. അത് എനിക്ക് തോന്നുന്നു അത് മറ്റെവിടെയും അങ്ങനെ കേട്ടുപരിചിതമുള്ള ഒന്നല്ല. കവികളുടെ വിദ്യാരംഭം എന്ന് പറയുന്നത് വെച്ചാൽ കവികൾക്ക് അവരുടെ കവിത ചൊല്ലിക്കൊണ്ട് കവിതയുടെ ലോകത്തേക്ക് വരാനുള്ള ഒരു സാഹചര്യം ആണ് ഈ കവികളുടെ വിദ്യാരംഭം എന്ന് പറയുന്നത്. 10 മണിക്ക് ഈ തുഞ്ചൻപറമ്പിന്റെ ഹാളിലാണ് അത് നടക്കുക എന്നുള്ളതാണ്. ഏതായാലും വലിയ തിരക്ക് തന്നെയാണ് ഇപ്പോഴും ഇവിടെ അനുഭവപ്പെടുന്നത്. എഴുത്തിനിരുത്ത് ചടങ്ങ് ഇപ്പോഴും തിരൂർ തുഞ്ചൻപറമ്പിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.